തുടരുകയായിരുന്നു. പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണം കൊലപാതകമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസം നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി തള്ളിയിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി ഇത് കൊലപാതകമാണെന്ന് വിശദീകരിക്കുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട അസമിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ട് അതിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് പ്രശസ്ത ഗായകനായിട്ടുള്ള സുബീൻ ഗാർഗിന്റെ മരണം അതൊരു കൊലപാതകമാണ് എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഈ ശൈത്യകാല സമ്മേളന വേളയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട SIT പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഏതാണ്ട് 256 സാക്ഷി മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട SIT ശേഖരിച്ചു. നിലവിൽ ഈ സംഘാടകനായിട്ടുള്ള ശ്യാം കാനു മഹന്ത, അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ശർമ്മ, സുബീൻ ഗാർഗിന്റെ മാനേജറായിട്ടുള്ള സിദ്ധാർത്ഥ് ശർമ്മ തുടങ്ങിയവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ള പ്രതികൾ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ തനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തായാലും അതൊരു കൊലപാതകമാണ് എന്നാണ് അസം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. നേരത്തെ തുടക്കം മുതൽ തന്നെ ഈ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. സഹഗായകൻ നൽകിയ മൊഴി എന്നുള്ളത് വിഷം കൊടുത്തു കൊന്നതാകാമെന്നൊരു തരത്തിലുള്ള മൊഴിയായിരുന്നു ഈ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹഗായകൻ SITക്ക് മുൻപിൽ നൽകിയത്. അങ്ങനെ തുടക്കം മുതൽ ഏറെ സംശയമുളവാക്കുന്ന തരത്തിലാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇതിലൊരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.